നോഹിൻ്റെ ബോട്ടിൽസൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്നൊരു വീഡിയോ കണ്ടാലോ? ഫോർമുല മിൽക്ക് കൊടുക്കുന്നതും ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്ന അമ്മമാരുടെ ഒരു വലിയൊരു വേവലാതിയാണ് നമ്മുടെ മക്കളുടെ ബോട്ടിൽസ് എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും എതിർക്കുന്നതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും ചുറ്റും. നമുക്കറിയാം ബോട്ടിൽ ഫീഡിങ് തുടങ്ങുന്ന അമ്മമാരുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ ഓരോ അഭിപ്രായങ്ങൾ. അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുക, അല്ലാതെ നമ്മളെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും എല്ലാ ബോട്ടിൽസും ഒരു ദിവസം 2 തവണയൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. യൂസ് ചെയ്താലും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്ക് വെള്ളം കൊടുക്കലും അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളായിട്ട് ബോട്ടിൽസ് ചെറിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലിക്വിഡാണോ ബേബി ബോട്ടിൽ ക്ലീനിങ് ലിക്വിഡായ അത്രയും ബെറ്റർ. ഞാനതാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് ലിക്വിഡ് പറഞ്ഞിട്ട് അതിലോട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ മാക്സിമം അതിൽ സോക്ക് ചെയ്ത് വെക്കുക. എല്ലാ ബോട്ടിൽസിൻ്റെ ക്യാപ്പും നിപ്പിളിൻ്റെ സെക്ഷൻസും പിന്നെ ബോട്ടിലിൻ്റെ ആ ഒരു പോർഷൻസും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കാൻ. അങ്ങനെ ഞാൻ കുറച്ച് ടൈം ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബ്രഷ്, നിങ്ങൾ ഏത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രഷിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് റീൽ അയച്ചു തന്നാൽ മതി. ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് എൻജോയ് ചെയ്തിട്ടോ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും അതിൻ്റേതായുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫോർമുല മിൽക്ക് കൊടുക്കുന്ന എത്ര അമ്മമാരുണ്ട് നിങ്ങൾക്കറിയാവുന്നുണ്ടാവും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരാം. ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറഞ്ഞു തരാൻ പറ്റും. അഭിപ്രായങ്ങളാണ് എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. എനിക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ റെഡിയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് സ്റ്റെറിലൈസറാണ്. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി, അത് താനേ ഓഫ് ആയിക്കോളും. എന്നിട്ട് ബോട്ടിൽസൊക്കെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.